നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. എന്താണ് അവര് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ദ ടവർ കാർഡാണ് ഫസ്റ്റ് കാർഡായിട്ട് വന്നിട്ടുള്ളത്. ചില ആളുകൾക്ക് അവരുടെ റിലേഷൻഷിപ്പ് ഒരു എൻഡിങ്ങിലോട്ട് വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഒരു വലിയൊരു പ്രശ്നം നടന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ അവരുടെ ലൈഫിലൊരു വലിയ പ്രശ്നം നടന്നിട്ട് അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ സിറ്റുവേഷനാണ് കാണുന്നത്. ഒരു ഭയങ്കരമായിട്ടൊരു പ്രശ്നം നടന്നിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിന് ഒരുപാട് ആഘാതം ഏൽക്കുന്ന രീതിയിലുള്ളൊരു വലിയൊരു പ്രശ്നം നടന്നിട്ട് ആ ഒരു സിറ്റുവേഷനിൽ അവരിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയതായിട്ടാണ് കാണിക്കുന്നത്. 8 ഓഫ് വാൺസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എത്രയും പെട്ടെന്ന് ഒരു കോണ്ടാക്ട് നിങ്ങളിലേക്ക് വരും. ഓക്കെ, അവർ മെസ്സേജ് ചെയ്യോ വിളിക്കുകയോ ചെയ്യും. അപ്പോൾ ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഒരു പെട്ടെന്നൊരു എൻഡിങ് വന്നതായിട്ടാണ്. അപ്പോൾ ആ ഒരു എൻഡിങ്ങും ആ ഒരു പ്രശ്നവും മാറിയാൽ, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സിറ്റുവേഷന് ഒരു സൊല്യൂഷൻ ആയാൽ അവർ എത്രയും പെട്ടെന്ന് നിങ്ങളെ വിളിക്കും, കോണ്ടാക്ട് ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോഴെന്തായാലും ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അവിടെ. ഓക്കെ, ദ എംപറർ കാർഡാണ്. അവരിപ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ ഫോക്കസ്ഡ് ആണ്. അവർ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ള, അതായത് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളൊരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഈ ഒരു എനർജിയിലേക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരുന്ന ഒരു സിറ്റുവേഷനിലല്ല ഇപ്പോഴുള്ളത്. അവർ വരും, പക്ഷേ അവരിപ്പോൾ അവരുടെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇവരുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലെ അച്ഛനോ അമ്മയോ, അല്ലെങ്കിൽ ബ്രദറോ ആയിട്ടോ, അല്ലെങ്കിൽ സിസ്റ്ററോ ആയിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ കരിയറിൽ അവരുടെ സൗഹൃദമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അത് കാരണം അവരിങ്ങനെ ആ ഒരു പ്രശ്നം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇത് 8 ഓഫ് വാൺസ് ആണ്. ഇവിടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അകൽച്ച വെച്ച് നിൽക്കുന്നു എന്നാണ്. അതായത് ഈ ഒരു സിറ്റുവേഷൻ കാരണം ഇപ്പോഴും അവർ ഇമോഷൻസിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, അവർ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ കൂളാക്കുക, നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒന്ന് മാറി നിൽക്കുക, എന്നിട്ട് ഈ ഒരു സിറ്റുവേഷൻ റെഡി ആയതിനു ശേഷം നിങ്ങളിലേക്ക് വരാം എന്നുള്ളൊരു, നിങ്ങളെ കോൾ ചെയ്യാം, വിളിക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഫോർ ഓഫ് വാൺസ് ആണ്. ഒരു റീയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിളിക്കുകയും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യും. അതൊരു റീയൂണിയൻ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു കമ്മിറ്റ്മെന്റിലോട്ടൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, പക്ഷേ ഇപ്പോഴും നിങ്ങളത്, അതായത് ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് നിങ്ങളത് പ്രതീക്ഷിക്കരുത്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മോശമാണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. അപ്പോൾ ഈ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആയി, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കൂൾ ആയതിനു ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഇതൊരു റിയൂണിയൻ ആയിട്ട് മാറും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഫോർ ഓഫ് കപ്സ് ആണ്. അവരിപ്പോൾ ഈ മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ സന്തോഷത്തോടെയല്ല നിൽക്കുന്നത്, വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത്. അവരുടെ മനസ്സിൽ ഒരുപാട് പെയിൻ ഉണ്ട്, വിഷമമുണ്ട്, അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ലൈഫിൽ ഒരു സന്തോഷങ്ങളിലും അവർ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്നില്ല, ഒന്നിലും അവർ ഹാപ്പി അല്ല. അവർ ചിലപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, ആർക്കെങ്കിലും അസുഖമായിട്ട് കിടക്കുന്നുണ്ടായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ എന്തെങ്കിലും രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിട്ടായിരിക്കാം, അത്രയും പ്രശ്നമായിട്ടാണ്
നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിന്ന് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നേ എന്നുള്ള കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് കാർഡ് എടുക്കട്ടെ. പിന്നെ ഞാനിത് മേ ബി എന്ന് പറയുന്നു എന്നുള്ള പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. കാരണം ഒരു ജനറൽ റീഡിങ്ങിൽ എനിക്ക് മേ ബി എന്നേ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, എല്ലാവരുടെ സിറ്റുവേഷൻ ഒരുപോലെ ആയിരിക്കില്ല. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. ചിലർക്ക് വഴക്ക് കാരണം, പ്രശ്നം കാരണമായിരിക്കാം. ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരിക്കാം. ചിലർക്ക് അവരുടെ ഫാമിലി പ്രോബ്ലംസ് കാരണമായിരിക്കാം. ചിലർക്ക് അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം കാരണമായിരിക്കാം. അപ്പോൾ ഇത് കാരണം തന്നെയാണെന്ന് ഒരു ജനറൽ റീഡിങ്ങിൽ ഞാൻ എങ്ങനെ പറയും? നെക്സ്റ്റ് ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇവിടെ അവരുടെ ജോലിയുമായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളുമായിട്ടുള്ള ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ ആണ് കാണുന്നത്. അത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടൊന്ന് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് കാരണം ഉള്ള ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ദ ടവർ കാർഡ് വന്നിട്ടുണ്ട്, ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ അവരുടെ ഈ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ ഫിയർലെസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പേടിക്കാതെ ഇരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് പോയതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവർ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആയതിനു ശേഷം നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഡേ ഡ്രീം എന്നാണ്. അവർ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് വരുന്നുണ്ട്, അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിലെപ്പോഴും വരുന്നുണ്ട്. അവരെപ്പോഴും നിങ്ങളെ ഡേ ഡ്രീം ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഫോർഗീവ് എന്നാണ് പറയുന്നത്. അവർ ക്ഷമിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കണം. ഈ ഒരു സിറ്റുവേഷനിൽ, ഇത്രയും സ്ട്രഗിൾ സിറ്റുവേഷനിൽ ആയതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സ്ട്രഗിളായിട്ടുള്ള സിറ്റുവേഷൻ കാരണമാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരോട് ക്ഷമിക്കണം. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും, നിങ്ങളെ കോൺടാക്ട് ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇൻസെക്യൂർ എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ, ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അവർ ഇൻസെക്യൂർ ആണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. നിങ്ങളെ കോൺടാക്ട് ചെയ്യാനും അവർക്ക് പറ്റുന്നില്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ കാരണം ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുക എന്നുള്ളതല്ലാതെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അവർ ഈ ഒരു സിറ്റുവേഷനിൽ ഇൻസെക്യൂർ ആണെന്നാണ് കാണിക്കുന്നത്. പാഷൻ എന്നാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോട് പാഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അട്രാക്റ്റീവായിട്ട് നിങ്ങളെ തോന്നുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് കണക്റ്റഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു എൻഡ് ആയി പോകുന്ന റിലേഷൻഷിപ്പ് അല്ല. അപ്പോൾ അത്രയും പാഷൻ തോന്നുന്നത് കൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ അതിന് സമയം എടുക്കുമെന്ന് മാത്രം. ഓക്കെ, സൂൺ എന്നാണ് കാണിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു റീയൂണിയൻ എത്രയും പെട്ടെന്ന് നടക്കണമെന്നാണ് അവർക്കും ആഗ്രഹമുള്ളത്. അത് എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന ഒരു ടൈം മാത്രം മതി. അത് ആ ഒരു സിറ്റുവേഷൻ റെഡി ആയാൽ അവർ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഓടി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം അവർ ഒരു നിമിഷം പോലും നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. അവർ നിങ്ങളിലേക്ക് എത്രയും വേഗം തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. 1997 ലെറ്റർ ജെ, 1998 ഒക്ടോബർ, ജനുവരി, ജൂലൈ, ലെറ്റർ എ 1995, ഡിസംബർ, ഏപ്രിൽ,
1986. ലെറ്റർ ഇ. പൂരം, ആയില്യം, രേവതി. ലെറ്റർ എൻ. 1987. മൂലം. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.